ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇന്ന് എത്രാം തീയതിയാണ്? 15/2/25 കഥ. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ സച്ചി ഇങ്ങനെ പറയുന്നതാണ്. ഇങ്ങനെ എന്താണ്, രണ്ടാളുകൾ വിളിക്കാൻ വന്നു ഇന്നലത്തെ എൻ്റെ ബാക്കി. അപ്പോൾ അവരെ പറഞ്ഞയച്ചു. പിന്നെ അപ്പോൾ സച്ചി ചോദിക്കേണ്ടത് ഇവളെ വിളിക്കേണ്ടത്, ഇവളല്ലേ പൂ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആൻറ്റിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്, ആൻറ്റിക്ക് പ്രായമായി വരികയാണ്, അത് ഷുഗറും പ്രഷറും ഉണ്ടെങ്കിലൊക്കെ കൂട്ടും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മൾ ചന്ദ്ര ചോദിക്കും, സത്യമാണ് മോളെ നീ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഏറ്റുപിടിക്കും. അതെ അതെ ആൻറ്റി, അത് ഉറക്കത്തിനെ പിന്നെ ബാധിച്ച പിന്നെ അത് നിങ്ങൾക്ക് അസുഖങ്ങൾ കൂട്ടുള്ളൂ ചെയ്യാന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ശ്രുതി എടുത്ത് വഴിക്കുക, അല്ലെങ്കിലും അവിടെ ഒരു പൂക്കട ശരിയല്ല, ആ പൂക്കട കാണുന്നതിൻ്റെ ഒരു ഐശ്വര്യക്കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് കത്തി കയറണം അവരെ പൂക്കടയെ പറ്റി ഒരു 100,000 കുറ്റങ്ങൾ പറഞ്ഞിട്ട്. നിങ്ങൾ ഞാനൊരു സെയിൽസ് മാനേജറാണ്, എന്നെ കാണാൻ ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് വരികയാണെങ്കിൽ അതൊരു നാണക്കട, ഈ വഴിയിൽ തന്നെ ഈ പൂക്കട വെച്ചിട്ട് അത് എൻ്റെ പ്രസ്റ്റീജിനെ ബാധിക്കും, അതായത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര അറിയാം എന്താ നീ പറയണതെന്ന് ഇങ്ങനെ മനസ്സ് പറയും. അതിൽ ചന്ദ്രനെ നോക്കുമ്പോൾ പിന്നെ കുറച്ചൊന്നും അടങ്ങും. അപ്പോൾ പറയും, നീ അവിടെ നിൽക്കടാ, അതിനെന്താ അത്ര വലിയ തെറ്റ്, പൂ കച്ചവടം അത്ര വലിയ തെറ്റാണോ? നീ കാറ് കച്ചവടം ചെയ്യണോ, ഞങ്ങൾ പൂ കച്ചവടം ചെയ്യണം, അതിനിപ്പോൾ എന്താ തെറ്റ്? ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാറ് പൂജിക്കാൻ പോകുമ്പോൾ പൂ വേണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയാം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ തത്വങ്ങൾ വിളിച്ച് പറയുകയാണ് നമ്മുടെ സച്ചി. അതുകൊണ്ട് ഞങ്ങളെ വഴിക്ക് നോക്കുകയാണ്, നിങ്ങളതിൽ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ സച്ചി വിളിച്ച് പറയുകയാണ് കേട്ടോ. അതിൽ അത് കഴിഞ്ഞിട്ട് പറയും, ഇങ്ങനെ പ്രായത്തിനെ പറ്റി പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അത് അത്ര അങ്ങോട്ട് പിടിക്കില്ല. ചന്ദ്ര നീ പറയുന്ന അത്ര പ്രായമൊന്നും എനിക്കില്ല പറയും. അപ്പോൾ രവിക്ക് നോക്കിയിട്ട് ചന്ദ്രയെ വിളിക്കുമ്പോൾ പിന്നെ വേഗം ഒന്നും ഉണ്ടില്ല. ചന്ദ്ര ഒന്ന് കുറഞ്ഞു കൊടുക്കും അവിടെ, കാരണം പ്രായത്തിൽ തൊട്ട് വിളിക്കാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ. അത് കാരണം പ്രായമല്ലാന്നാണ് പറയുക. ഒരു 50 വയസ്സായാലെങ്കിൽ ഒരു 55 അല്ലെങ്കിൽ ഒരു 60 വയസ്സായ ആൾ ഇപ്പോഴും 60 വയസ്സൊന്നും തയ്ച്ചു പറയില്ല, അതാണ് കാലം. പോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഓരോരോ വഴിക്ക് പോകും. ഓരോ വഴിക്ക് പോകുമ്പോൾ ശ്രുതിയും ശ്രീ മറ്റേ അകത്തേക്കും പോവും, മറ്റേ നമ്മുടെ വർഷയും മറ്റേ എന്താണ് ശ്രീകാന്തും അങ്ങോട്ടും പോകും. ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് അവരും പോവും, മറ്റേ സച്ചിയും പോവും. അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കും. അപ്പോൾ രേവതി നിന്നിട്ട് അറിയും, അല്ല ഇവൻ എന്ത് തത്വങ്ങളാണ് ഈ പറഞ്ഞത്, എന്ത് എന്താണ് ഇത് പിണ്ണാക്കും പിന്നെ ഇങ്ങനെ പറയുമ്പോൾ പറയും അതിന് കുറച്ച് തത്വം എന്ന് പറയുന്നത് നമുക്ക് തലയിൽ ഇത്തിരി ബുദ്ധി വേണമെന്ന് പറയും. അതിലും അറിയും രവി, ഇത്തിരി ബുദ്ധി വേണം നിൻ്റെ തലയിലെന്ന് പറയും. അപ്പോൾ പറയും, അപ്പോൾ അമ്മേ ഞാൻ പൂ കച്ചവടം ചെയ്യാം, അമ്മ പിണ്ണാക്ക് കച്ചവടം ചെയ്തോ, എന്നാൽ പൂ വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് പിണ്ണാക്കും കൊടുക്കാനും അറിയും നമ്മുടെ രേവതി. അത് കേട്ട് രവി അങ്ങോട്ട് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീ എന്നെ കളിയാക്കാൻ തുടങ്ങിയെന്ന് വെച്ചിട്ട് രേവതിയുടെ അടുത്തേക്ക് തട്ടിക്കയറി. അതായത് മെല്ലെ മിണ്ടാണ്ട് പേഴ്സ് എടുത്തിട്ട് മോള് മോൾക്ക് അവിടെ കച്ചവടമല്ലത്, മോള് പൊക്കോ എന്നിട്ട് രേവതിനെ പറഞ്ഞയക്കും നമ്മുടെ രവി നോക്കുമ്പോൾ അവളും പേഴ്സ് എടുത്ത് അവളെ പാട്ടിനും പോകും കേട്ടോ. അതിനെ കഴിഞ്ഞിട്ട് നമ്മളെ സച്ചി കാറിൽ ഒരാളെ കൊടുന്ന് വിടുന്നതാണ്. അപ്പോൾ അയാൾ പറയും, എവിടെയോ ഒരു ഓഫീസിലോ എന്തിനാണ് കൊടുന്ന് വിടുന്നത് തോന്നുന്നു. അപ്പോൾ അവിടെ കൊടുന്ന് വിടുന്ന സമയത്ത് അയാൾ പറയും, നിങ്ങൾ വേഗം പറഞ്ഞതിനേക്കാളും നേരത്തെ എത്തിച്ചു പറയും. അവ സാറേ എനിക്കറിയാം, ഇതിലെ കുറേ കുറുക്ക് വഴികളൊക്കെ എനിക്കറിയാം ടൗണിൽ, അതാണ് നമ്മളിപ്പോൾ നേരിലുള്ള വഴിക്ക് വരികയാണെങ്കിൽ സാറിന് വൈകുന്നേരം ആവും ഇവിടെ എത്തുമ്പോൾ എന്നറിയാം. അതുകൊണ്ട് എനിക്കങ്ങനെ കുറേ കുറുക്ക് വഴികളൊക്കെ അറിയാം എന്ന് പറയും. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ 500 രൂപ കൊടുക്കുകയാണ് നമ്മുടെ സച്ചിക്ക്. അതിൽ പറയും 450 രൂപ ആയിട്ടുള്ളൂ, 50 രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ പറയും, അയ്യോ അതാ വേണ്ട, അതവിടെ ഇരുന്നോട്ടെ പറയാം അയാൾ. അപ്പോൾ പറയാം, അല്ല അത് വേണ്ട സാർ, എനിക്ക് 450 രൂപ മതി, അതിൻ്റെ ഓട്ടല്ലേ ഓടിയിട്ടുള്ളൂ, അത് മതി പറയും. അല്ല ഇരുന്നോട്ടെ എന്ന് അയാൾ അപ്പോഴും പറയും. അപ്പോൾ പറയും വേണ്ട സാർ അത് മതി പറയും. പിന്നെ അവൾ എന്ത് ചെയ്യും, ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അയാൾ അറിയും, നിങ്ങളെപ്പോലുള്ള ആളുകളാണ് വേണ്ടത്, ചിലരാണെങ്കിൽ ഇരട്ടി വാങ്ങിക്കും എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അത് വേണ്ട, ആ കാശ് നമ്മളെ കയ്യിൽ ഇരിക്കില്ല സാർ എന്ന് പറയും നമ്മുടെ സച്ചി കേട്ടോ. അത് ഇയാൾ പോകാൻ നിൽക്കുമ്പോൾ സാർ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് എടുത്തിട്ട് കൊടുക്കും. ഇതെൻ്റെ ഭാര്യ പൂക്കട തുറന്നതാണ്, സ്വന്തമായിട്ട് ഞങ്ങളൊരു പൂക്കട തുറന്നത്, സാറിന് എന്താവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി, പൂക്കൾ ഞങ്ങൾ ഓർഡർ ചെയ്യും. പിന്നെ അതെല്ലാം ഓഫറുണ്ട് സാർ എന്ന് പറയുമ്പോൾ ഓഫറോ നോക്കിയാൽ അതെ 5 മുഴം മുല്ലപ്പൂമാല വാങ്ങുമ്പോൾ 1 മുഴം മുല്ലപ്പൂമാല ഫ്രീ. അതുപോലെ കല്യാണമാല വാങ്ങുമ്പോൾ എന്താണ് അമ്പലത്തിലേക്ക് മാല വാങ്ങുമ്പോൾ 1 മുഴം 5 മാല വാങ്ങുമ്പോൾ 1 മാല ഫ്രീ. അതുപോലെ കല്യാണമാലയ്ക്ക് 10 വർഷം കഴിഞ്ഞാൽ ഫ്രീ, 1 മാല ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുക. പറയും കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ആരെന്തോ ആഘോഷിക്കാനാന്നൊക്കെ ഇങ്ങനെ അയാൾ
പറഞ്ഞിട്ട് അയാൾ പോകട്ടോ, എന്തായാലും സാറ് വിളിക്കണം എന്താവശ്യം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അതൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ സച്ചിങ്ങനെ പോയി നോക്കുമ്പോൾ മുന്നിലാണ് പാർക്ക്. കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. പാർക്ക്, പാർക്കിലൊക്കെ ധാരാളം ആളുകളുണ്ടാവും. ഈ നോട്ടീസൊക്കെ അവിടെ കൊണ്ട് കൊടുക്കാം, ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കുമല്ലോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പാവം ഈ ഇതും കൊണ്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് പോയിട്ട് അവരുടെ ആൾക്കാർക്കൊക്കെ കൊടുക്കും. ഇതുപോലെ ഇങ്ങനെ എൻ്റെ ഭാര്യയുടെ പൂക്കടയാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വരണ നമ്പർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ കാണാൻ നമ്മുടെ സെക്യൂരിറ്റി അവിടെ നിൽക്കണം. അപ്പോൾ സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയിട്ട് പറയും, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം, ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഈ നോട്ടീസ് കൊടുക്കണം എന്നൊക്കെ പറയുമോ. അതിനെന്താ സാറേ കൊടുക്കാമെന്നറിയാം കേട്ടോ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ പൂക്കടയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പുതുതായി തുറന്നതാണ്, അതിൽ നമ്പർ ഉണ്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊടുക്കുകയാണ്, നോട്ടീസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ സാർ അറിയും. അപ്പോൾ സച്ചി എന്ത് ചെയ്യും, വേഗം ഒരു 100 രൂപ എടുത്തിട്ട് അയാളെ കൈ കൊടുക്കും. അപ്പോൾ പറയും ഇത് വേണ്ട സാർ എന്ന് പറയും കേട്ടോ അയാൾ. അപ്പോൾ പറഞ്ഞു അതല്ല ഇത് വാങ്ങണം, ഇതെൻ്റെ ഒരു സന്തോഷത്തിനാണ് സാർ, ചേട്ടൻ ചായ കുടിച്ചോ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അയാളെ മുഖം ഒരു നല്ലൊരു മനുഷ്യൻ കേട്ടോ. അപ്പോൾ അയാൾ ഇങ്ങനെ ഒരു മാതിരിയായിട്ട് ഇങ്ങനെ സന്തോഷമൊക്കെ ആയിട്ട് അപ്പോൾ അയാൾ പറയും ആരും ഇതുവരെ എനിക്ക് കാശൊന്നും തന്നിട്ടില്ല, അതൊന്നും സാറില്ല, ഇത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 100 രൂപ കൊടുക്കണം. ഞാൻ ഇതൊന്ന് കൊടുത്തോട്ടെ പാർക്കിൽ വയ്ക്കുമ്പോൾ ആയിക്കോട്ടെ പറയും. അങ്ങനെ പാർക്കിക്ക് ഇങ്ങോട്ട് തിരിയുമ്പോൾ കാണാം ആരൊക്കെ ആയിരിക്കുന്നത്, സുധീൻ്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, പാർക്കിലെ ഫ്രണ്ട്, അവനും കൂടെ ഇരുന്നിട്ട് കടല തിന്നുണ്ടാവും. കടല കുറിക്കുകയാണേ. അതിൽ കടലങ്ങ മൂളിക്കിട്ടിട്ട് ഇങ്ങനെ വായ കാണിക്കുന്നത് 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ടാണ് വായലിടുന്നത്. അപ്പോൾ ഇവരിതിന് കണ്ടപ്പോൾ അവൻ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഇവിടെ വന്നു ഇങ്ങനെ പറയുക. അപ്പോൾ വേഗം പെട്ടെന്ന് ഇവൻ ഫോൺ ഓണാക്കും, അതിൽ ക്യാമറ ഓണാക്കിയിട്ട് അത് വീഡിയോസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്പടാ നീ അപ്പം ജോലിക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണല്ലേടാ കള്ള, നിന്നെ ഞാൻ കാണിച്ചു തരടാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി വരും. അപ്പോൾ ഈ ക്യാമറ ഇയാൾ ഇങ്ങനെ പിടിക്കും നമ്മളെ സുധി. അപ്പോൾ ഈ സെക്യൂരിറ്റി പറയുന്നതും കേൾക്കുക. അപ്പോൾ പറയും എന്താ സാറേ വീഡിയോ എടുക്കുന്നത് ചോദിക്കുമ്പോൾ അല്ല അവരാണോ, അവരിവിടെ സ്ഥിരം വരുന്നതാ, ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും, രാവിലെ പാർക്ക് തുറക്കുന്നതിൻ്റെ മുന്നേ ഇവിടെ എത്തും. ആ പിങ്ക് ഷർട്ടുകാരുണ്ടല്ലോ, അതായത് സുധി, അയാൾ നേർത്തെത്തുന്നത്. അവിടെ വന്നു കഴിഞ്ഞ് അവിടെ കടന്നുറങ്ങും, കുറേ നേരം ഇരിക്കും, വർത്താനം പറയും, ഇതിലെന്തെങ്കിലുമൊക്കെ റൈഡിലൊക്കെ കയറും, അതുപോലെ ഐസ്ക്രീം അത് ഒക്കെ വാങ്ങി കഴിക്കും. ജോലിക്ക് പോവില്ല, കൃത്യം 1 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കും, 4 മണിയൊക്കെ ആകുമ്പോൾ സ്നാക്കും ചായയും കഴിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് ഓഫീസ് വിട്ട് പോകുന്ന പോലെ ഇവിടുന്ന് പോവുകയും ചെയ്യും. ഇതാണ് അവരുടെ രണ്ടാളുടെയും പണി എന്ന് പറയുമ്പോൾ പറയും അത് ശരി എന്ന് പറയും. ഇതിപ്പോൾ കുറേ കാലമായിട്ട് തുടങ്ങിയ പണിയാണ്, കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയും. അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ നമ്മുടെ സച്ചി നിന്നിട്ട് ഇതെല്ലാം വീഡിയോ എടുക്കുകയാണ് കേട്ടോ. വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കുക. അപ്പോൾ അങ്ങനെ കടല തിന്നുന്നതും അവർ വർത്താനം പറയുന്നതും ഒക്കെ. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരിങ്ങനെ സ്ലൈഡ് ഉണ്ടല്ലോ, എന്താണ് അതിന് പറയുക, അതിൽ കയറും. അതൊക്കെ അതിൽ കയറില്ലെന്ന് പറഞ്ഞിട്ട് സുധിയുടെ കൂട്ടുകാരനും കൂടെ അവിടെ പോയിരുന്നിട്ട് അതിൽ കയറുക, ആയിക്കൂടെ ഉരസി വീണു, എന്തൊക്കെയോ കാരണം ഇങ്ങനെ കയറുക അങ്ങനെ കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഒന്നുപോലും മിസ്സാക്കാണ്ട് എല്ലാം വീഡിയോ എടുക്കണം. ഇവൻ്റെ ഓരോരോ കോപ്രായങ്ങൾ അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, പിള്ളേർ പോലും കാണിക്കില്ല. അങ്ങനത്തെ എന്തൊക്കെയോ കളികളാണ് കേട്ടോ. ഉരുസി വീണു പറയോ ഇതെന്തൊരു കഷ്ടപ്പാടാണെന്നറിയാം, ഇതൊന്നും ഇപ്പോൾ വീട്ടുകാർക്ക് അറിയില്ലല്ലോ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ക്ഷീണിച്ച അപ്പോൾ പറയും ഇവൻ കാണിക്കുന്ന എടാ നിനക്ക് ഞാൻ തരാടാ, നമ്മുടെ സച്ചി വിടാതെ ഫോണും കൊണ്ട് പിന്നാലെ തന്നെ, നിനക്ക് ഞാൻ തരാം, നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, നീയാണ് അവിടെ ഏറ്റവും ഇത് പറയേണ്ടത്, എന്നിട്ട് നീയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് അല്ലേ, നിന്നെന്ന് ഞാൻ പൊരിക്കുവേടാ ദുഷ്ട മറ്റോനെ മറിച്ചോനെ. സച്ചിക്കുണ്ടല്ലോ നല്ല 1 തരം ലോട്ടറി അടിച്ചാലും കൂടി ഇത്രയും സന്തോഷം ഉണ്ടാവില്ല. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ സച്ചി എല്ലാം വീഡിയോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് മറന്ന് പിന്നെ അറിയാം അപ്പോഴേക്കും അവിടെ കടന്നു. അപ്പോഴേക്കും മറ്റം വന്ന് സുധീനെ വിളിക്കുകയാണ്, ഹേയ് ബ്രോ നീക്ക് ബ്രോ ഭക്ഷണം കഴിക്കണ്ട, 1 മണിയായി. അപ്പോഴേക്കും നമ്മളെ സെക്യൂരിറ്റി പിന്നെയും വരും, കൃത്യം 1 മണിയാകുമ്പോൾ ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നറിയാം. അപ്പോഴേക്കും 1 മണിയായി, ഒരു വന്നു കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ പറയും പുളിശ്ശേരിയാണെന്ന് അറിയും. അപ്പോൾ മറ്റവൻ പറയും, സുധിയുടെ കൂട്ടുകാരൻ പറയാം എനിക്കിഷ്ടപ്പെട്ട കറിയാണെന്ന്. എന്നിട്ട് കറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നീ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയാലോ നോക്കി സുധി. ആയിക്കോട്ടെ അതിനെന്താ ഒന്നുറങ്ങാം എന്നറിയും. എന്നിട്ട് ആ ബാഗ് തന്നെ തലയ്ക്ക് വെച്ച് അവിടെ കടന്നുറങ്ങും. അപ്പോൾ പറയും ഇനി കുറച്ച് നേരം കടന്നുറങ്ങും. നമ്മുടെ സെക്യൂരിറ്റി നമ്മുടെ സച്ചിയുടെ പിന്നാലുണ്ട്. അപ്പോൾ സച്ചി പറയും ചേട്ടൻ്റെ കയ്യിൽ കുറച്ചും കൂടെ നോട്ടീസില്ല, അതൊക്കെ ഇനിയും കൊടുത്തോ എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സച്ചി പിന്നെ അയാൾക്ക് ഒരു 50 രൂപയും കൂടെ കൊടുക്കും. കാരണം കുറേ സുധീനെ കുറിച്ചുള്ള കുറേ കഥകൾ ഈ സെക്യൂരിറ്റി നമ്മുടെ സച്ചിയോട് പറഞ്ഞിട്ടോ. അപ്പോൾ ഒരു 50 രൂപ കൂടെ. അപ്പോൾ
ഇതെന്തിനായിരിക്കും, ഇരിക്കട്ടെ എൻ്റെ സന്തോഷത്തിനാണ്, ഇരിക്കട്ടെ എന്നിട്ടൊരു 50 രൂപയ്ക്കും കൂടെ കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ കാരണം നമ്മുടെ സച്ചിക്ക് കിട്ടിയിരിക്കുന്ന ഗോൾഡൻ ചാൻസാണ് സുധീനെ ഒന്ന് അടിച്ച് താഴ്ത്തുക എന്നുള്ളത്. അതെന്തായാലും കൈ കിട്ടിയ പോലെ തന്നെ, കാരണം കുറച്ചൊന്നുമല്ല ആ പൂക്കടേനെ പറ്റിയിട്ട് അവരെ പരിഹസിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വിടാൻ പറ്റില്ലല്ലോ, ഒരു തരവും ഇല്ലാത്തവനാണ് ഈ കാട്ടിക്കൂട്ടേണ്ടതെന്ന് ആലോചിക്കണം കേട്ടോ. അങ്ങനെ സുധി പിന്നെ അങ്ങനെ കൊടുക്കുമ്പോഴേക്കും സച്ചി ക്യാമറയിൽ ഇതൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ അവർ കിടന്ന് ഉറങ്ങുക. അതുവരെ പാവം ഭക്ഷണം പോലും കഴിക്കാതെ ഈ വീഡിയോ എടുത്തുകൊണ്ട് അടുത്ത് പോയി നിന്ന് കൂർക്കം വലിക്കുന്ന വീഡിയോ ഒക്കെ, ചെരിഞ്ഞ് കിടക്കുന്ന വീഡിയോ, മലന്ന് കിടക്കുന്ന വീഡിയോ, ഞാൻ പറയില്ലേ എല്ലാം എടുക്കണം. ഉറങ്ങട്ടാ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറച്ച് ആക്ഷനൊക്കെ ഉണ്ട് നമ്മുടെ സുധി ഇങ്ങനെ സച്ചി ഇങ്ങനെ ആർമാദിക്കുകയാണ് കേട്ടോ. ഇത് സുധിയുടെ കള്ളത്തരം കയ്യോടെ പിടിച്ചതിന്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് മാറി നിൽക്കും. അപ്പോൾ പറയും ഇനിയിപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേക്കും, അത് കഴിഞ്ഞ് കാപ്പിയും കുടിച്ച് കഴിഞ്ഞാൽ അവർ പോകുമെന്ന് പറയും. അങ്ങനെ ഒരു 3:30-4 മണിയാകുമ്പോൾ മറ്റേ കൂട്ടുകാരെ വിളിക്കുക, പറയും 3 മണി കഴിഞ്ഞു എന്ന് പറയും. അതെ ഓഹോ ഉറങ്ങിപ്പോയി, നല്ലോണം ഉറങ്ങിപ്പോയി. ഇനി അവിടെ സ്നാക്ക് കഴിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാഗിൽ നിന്നൊക്കെ തപ്പിട്ട് പക്കവടയും മിക്സ്ചറോ കായവറുത്തോ എന്തൊക്കെ എടുത്തിട്ട് അത് അങ്ങോട്ട് ഇങ്ങോട്ട് മുറുക്കൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോൾ മുറുക്ക് ഇങ്ങനെ മേലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ സുധി. അപ്പോൾ ആ കൂട്ടുകാരൻ പറയും ഓട്ടയ്ക്ക് കറക്റ്റ് അല്ലേ, അതെ അറിയും, മുറുക്കിൻ്റെ കേൾക്കണം. അത് കഴിഞ്ഞ് അതൊക്കെ രണ്ടുപേരും കൂടെ ഒക്കെ തിന്നൊക്കെ കൈയൊക്കെ നോക്കി പറയുമോ സമയം കഴിഞ്ഞു, നമുക്കിന്ന് പോയാലോ എന്ന് വയ്ക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകാൻ നിൽക്കുക. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി വന്നിട്ട് അല്ല ഈ കഴിഞ്ഞില്ലേ, ഇതൊരു സൂപ്പർ ഹിറ്റ് പടമല്ലേ, ഇത് ഓടും, തകർത്ത് ഹിറ്റായി തന്നെ ഓടും എന്നൊക്കെ പറയുകയാണ് നമ്മുടെ സച്ചി. മറ്റേ സെക്യൂരിറ്റിയോട് പറയും ഇത് നല്ല ഹിറ്റായിട്ട് തന്നെ ഓടും ഈ പിന്നെ മറ്റേ ഈ സിനിമ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചിൻ തെറ്റതിനെ അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മുടെ സച്ചി കാറും കൊണ്ട് പറന്ന് വരിക വീട്ടിൽ കേട്ടോ. വീട്ടിൽ അച്ഛാന്ന് പറയും. ഇപ്പോൾ നീ എന്നത് ഓടിയില്ലേടാ, നീ എന്താന്ന് നേരത്തെ വന്ന് വയ്ക്കുമ്പോൾ അച്ഛാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കണം. അച്ഛാ നല്ലൊരു മുഴുത്ത മീനിനെ കിട്ടിയ അച്ഛാ, അതിനെ ഇന്ന് ചട്ടിയിലിട്ട് വറുത്ത് കോരണമെന്ന് പറയും. അപ്പോൾ മീനോ, നിൻ്റെ കയ്യിലെവിടെ മീൻ നോക്കി രവി, എൻ്റെ കയ്യിലല്ല, ഇത്രയും നാൾ നമ്മുടെ ചുറ്റും നീന്തി കളിച്ച ഒരു വലിയൊരു മീനുണ്ട്, കൊല്ലത്തടിച്ച് കൊഴുത്തൊരു മീൻ, ആ മീനിൻ്റെ കാര്യമാണ് പറയുന്നത്. എവിടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ, വിളിക്ക് എന്ന് പറയും. അപ്പോൾ നിനക്കിത് എന്താടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ എന്താ ഈ പറയുന്നത്, നിനക്കിത് എന്താ എന്ന് ചോദിക്കുക. അപ്പോൾ വിളിക്കച്ചാ, ഇന്ന് ഞാനൊരാളുടെ കള്ളത്തരം കയ്യോടെ പിടിച്ചിട്ടുണ്ട്, വിളിക്കച്ചാ, അമ്മ എവിടേക്കും. അപ്പോഴേക്കും അമ്മ പ്രത്യക്ഷപ്പെടും. അച്ഛനെ ഉന്തി തള്ളിക്കൊടുന്ന് അവിടെ ഇരുത്തും സോഫയിൽ, ഇവിടെ ഇരിക്കച്ചാ, ബാക്കിയുള്ളവർ വിളിക്കുക എവിടെ എന്ന് വയ്ക്കും. അമ്മ നിനക്കെന്താ പതിവില്ലാത്തൊരു എന്നെ വന്ന ഉടനെ എന്നെ കാണണം എന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് അമ്മയും വരും. അമ്മ വരണം, അമ്മയല്ലേ വരേണ്ടത്, അമ്മ പറഞ്ഞിട്ട് അമ്മേനെയും വിളിച്ച് അടുത്ത് നിർത്തും. ബാക്കിയുള്ളവരെവിടെ, എടാ ശ്രീകാന്തേ, നീ നിൻ്റെ പെണ്ണിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ, എവിടെ പൗഡർ എവിടെ, അതിനെ വിളിക്കുക, രേവതി വിളിക്കുക. അപ്പോൾ എല്ലാവരും ഓടി വരും. ഇവള് മാത്രം അല്ലേ, സുധീയുടെ ഭാര്യ ഉണ്ടല്ലോ, അവൾ മാത്രം വരില്ല. അപ്പോൾ അറിയും രവതി, നീ അവളെ പോയി വിളിച്ചിട്ട് പോവാ. എന്തിനാ അതിങ്ങനെ എല്ലാവരെയും വിളിക്കുന്നത് എന്ന് വയ്ക്കും. അപ്പോൾ രവതി ചോദിക്കും എന്താ കാര്യം സുധിയേട്ടാ, എന്താണ് വയ്ക്കും. അറിയില്ല. അപ്പോൾ ചന്ദ്രൻ്റെ ഇവനെന്താ പ്രാന്തായോ തലയ്ക്ക്. അപ്പോൾ വർഷം വയ്ക്കും എന്തിനാ ഞങ്ങളെയൊക്കെ വിളിച്ച് വരുത്തുന്നത്, എന്താ കാര്യം എന്ന് പറയുന്നത്, നിൽക്ക് വരട്ടെ എന്നറിയാം. അപ്പോഴേക്കും അവളും വരും, സുധിയുടെ ഭാര്യ എന്താ അവളുണ്ട്, അവളും എത്തും. അപ്പോൾ അവൾ എന്താ പറയുക എൻ്റെ പേര്, അവളും വരും. ഒക്കെ കൂടെ വന്നിട്ട് വെക്കുമ്പോൾ എല്ലാവരും വാ, ഇവിടെ നമ്മളെ നിത്യഹരിത നായകനും കൂടെ വേണ്ടതായിരുന്നു. അച്ഛനറിയോ ആ നായകനെ, നല്ല സൂപ്പർ ഹിറ്റ് പടമാണ്, നല്ല ഇതാണ്, അത് അഭിനയം അവാർഡ് കിട്ടുന്ന അഭിനയമാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നീ ആരെ കാര്യം പറയുന്നത് എന്ന് ചോദിക്കും രവി. അപ്പോൾ അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം, ഞാനത് കാണിച്ചു തരാം, എവിടെ. അപ്പോൾ ഓടിപ്പോയനോടെ എന്നറിയും. അപ്പോൾ ശ്രീകാന്തിൻ്റെ മുഖം മടി, നിന്നല്ലടാ, ഇവിടെ ആദ്യം ഓടിപ്പോയില്ല ഒരുത്തൻ, അവൻ്റെ കാര്യമാണ് പറയുന്നത് എന്നറിയും. അപ്പോൾ സുധിയുടെ കാര്യം. അപ്പോൾ അവനല്ലേ ഇവിടുന്ന് ദിവസം ജോലിക്ക് പോകണത് അല്ലേ എന്ന് വയ്ക്കും. കാരണം ചന്ദ്രയ്ക്ക് അറിയാം, ചന്ദ്രയ്ക്ക് കുറേശ്ശെ ഇതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവള് പൗഡർ എടുത്തി, നീ ഇവിടെ നിൽക്കണം, നീയാണത് മുഴുവൻ കാണേണ്ടത്, നീ ഇവിടെ നിൽക്കണം എന്നറിയും. ഞാൻ ആദ്യം എൻ്റെ ഫോൺ ഒന്ന് ടി വിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ ടി വിയിലേക്ക് കണക്ട് ചെയ്യാണ് നമ്മളെ സച്ചി ടി വിയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ പറയും ഇന്നിവിടെ എന്തെങ്കിലും നടക്കും, നമ്മളെ നിത്യഹരിത നായകനും കൂടെ വരട്ടെ, അവൻ വന്നു കഴിഞ്ഞാലുള്ളൂ ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയും. അവൻ എന്ത് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോണത്, ജോലിക്ക് പോവാണെന്ന് പറഞ്ഞിട്ടല്ലേ. അവൻ എന്ത് ജോലിക്കാണ് പോണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കും. ഇവനെന്താ ഈ പറയണ ചോദിക്കും. ചന്ദ്രയ്ക്ക് ഏതാണ്ട് ക്ലിക്ക് ചെയ്തു. ഇവനെന്താ പറയുന്നത്, അമ്മ മിണ്ടരുത്, നിനക്കാണ് അവൻ
എന്ത് ജോലിക്കാണ് ഇവിടുന്ന് പോണത്? കാണിച്ചു തരാം, എല്ലാവരും കണ്ടോ, ഈ പടം സൂപ്പർ ഹിറ്റാവും, ഇതിലെ നായകനെ നിങ്ങൾ കണ്ട് ഞെട്ടും എന്നൊക്കെ ഇങ്ങനെ പിന്നെ പറയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക, ചെമ്പനീർ പൂവ് ആരും മിസ് ചെയ്യരുത്, അടിപൊളിയാണ് ഇന്നത്തെ ചെമ്പനീർ പൂവ്, ആരും മിസ് ചെയ്യാണ്ട കാണുക. ഓക്കെ, അതുപോലെ നമ്മളെ രേവതി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് സുധിയുടെ സച്ചിക്ക് കിട്ടിയ ഒരു ഒരു എന്താ പറയുക, ഗോൾഡൻ ചാൻസാണ്. കാരണം സുധി എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഇത്രയും നാൾ സുധി ജോലി അത് ഇത് എൻ്റെ ഞാൻ പഠിച്ചിട്ട് അത്രയാണ്, തേങ്ങയാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് കുറേ അപമാനിക്കുന്നുണ്ട് സച്ചിനെ. മാത്രമല്ല അവരുടെ പൂക്കടേനെ പറ്റിയും കുറേ, അപ്പോഴും കൂടെ അയാൾ രാവിലെയും കൂടി അയാൾ അവരുടെ പൂക്കടേനെ നാണം കെടുത്തിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോയിരുന്നത്. അപ്പോൾ ആ ഒരു ദേഷ്യമൊക്കെ നമ്മുടെ സുധിക്കുണ്ടായിരുന്നു. എന്തായാലും സുധി ഇന്ന് നല്ല രസമുണ്ട്. ഇന്ന് നാളെയൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ സുധിയുടെ പെർഫോമൻസ് കാണാം. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. നിങ്ങളെല്ലാവരും ചെമ്പനീർ പൂ ഇന്നത്തെ മിസ് ചെയ്യാണ്ട കാണൂ. പിന്നെ അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി, അതുപോലെ ഒന്ന് എന്താ പറയുക, നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ വേണം, കമൻറ്റും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു, ചെമ്പനീർ പൂ മിസ്സാക്കരുത്, എല്ലാവരും കാണണം. പിന്നെ എൻ്റെ കഥ ഞാൻ പറയുമ്പോൾ അത്ര ഇതായിട്ടൊന്നുമല്ല, എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒപ്പിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ജലദോഷപ്പനിയൊക്കെ ഉണ്ട്, ഒരു തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും പക്ഷേ ഇന്നത്തെ ചെമ്പനീർ പൂ കണ്ടപ്പോൾ എൻ്റെ തൊണ്ടവേദനയും പനിയൊക്കെ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി നിന്നു. ഓക്കെ, അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണുക. താങ്ക് യു.